പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. എഫേസസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വചനമുണ്ട്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ നേടിയെടുത്തതല്ല, ആ ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും വചനം റോമാലേഖനത്തിൻ്റെ 4-ാം അധ്യായം. ഇത് വചനം കേട്ടണം, ഇത് വലിയൊരു വചനമാണ്, ശ്രദ്ധിച്ച് കേട്ടണം. വലിയ കൃപ കിട്ടുമ്പോൾ അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വചനം, 18 മുതൽ 22 വരെയുള്ള വചനം വായിക്കുക കേട്ടണം. അബ്രാഹത്തോട് ദൈവം പറഞ്ഞൊരു വചനം, നിന്റെ സന്തതി ഇപ്രകാരം ആയിരിക്കും എന്ന് പറയപ്പെട്ടിരുന്നതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും അവൻ വിശ്വസിച്ച് പ്രതീക്ഷയോടെ വിശ്വസിച്ചു. ഒന്നുകൂടി കേട്ടുകൊള്ളുക, ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടിരുന്നതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വചനം കേട്ടോണം. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് എതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നീ കേട്ടോണം, ഇവിടെ എന്താണ് വിശ്വാസം? അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ അനേകം ജനതകളുടെ പിതാവായിട്ട് തീരും. അപ്പോൾ പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയില്ലാതിരുന്ന പ്രതീക്ഷയ്ക്ക് സാധ്യത. അബ്രാഹത്തിന് അപ്പോൾ 100 വയസ്സ് പ്രായമുണ്ട്, സാറയ്ക്ക് 80 വയസ്സ് പ്രായമുണ്ട്. മൃതപ്രായമാണ് തൻ്റെ, എന്ന് വെച്ചാൽ മരണത്തോട് അടുത്തോട് മരിക്കാറായ ശരീരങ്ങളാണ് രണ്ടുപേരുടെയും. അതായത് അബ്രാഹത്തിൻ്റെയും സാറയുടെയും. അവിടെ പറഞ്ഞു സാറയുടെ ഉദരം വന്ധ്യമാണെന്നറിയാം. അന്നേരം അപ്പോൾ ഇനി ഒരു കുഞ്ഞുണ്ടാകുക സാധ്യമല്ല. ആർക്ക്? ബുദ്ധിമാന്മാർക്ക്. ബുദ്ധിയിൽ ആശ്രയിക്കുന്നവർക്ക് ഇനി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകില്ല. ബുദ്ധിയാണ് എല്ലാറ്റിനും പരമമായത്. ബുദ്ധിയിലുള്ള യുക്തി മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്നില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ബുദ്ധിമാന്മാര് പറയും ഇതേ പറ്റുള്ളൂ, ഇതേ മൃതപ്രായമായ ശരീരം, ഇതേ ഒരു ഹോപ്പ്. there is no hope. അങ്ങനെ അതായത് എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ ചിന്ത കൊണ്ടും ഞാൻ ചിന്തിക്കുന്നതൊക്കെ ലോകത്ത് നടക്കൂ, അതിനപ്പുറത്തേക്കൊന്നും നടക്കില്ല. ഇവിടെ വചനം കേൾക്കുമ്പോൾ ചില ആളുകൾ പറയും തങ്ങളുടെ ബുദ്ധി കൊണ്ട് ഇതൊക്കെ സംഭവിക്കൂ, അതിനപ്പുറത്തേക്ക് സംഭവിക്കില്ല. അത് 2 തരം ആളുകൾ. മറിച്ച് വിശ്വാസികളാരാ? അതിനപ്പുറത്തൊരു ദൈവമുണ്ട്. ഈ ബുദ്ധിയെ സൃഷ്ടിച്ച, എനിക്ക് കഴിവ് തന്ന, ഇതൊന്നും ദൈവത്തിന് ബാധകം അല്ല. പറഞ്ഞ ഹല്ലേലൂയ. ഇതൊന്നും ദൈവത്തിന് ബാധകമല്ല. അതിന് മുകളിൽ നിൽക്കുന്നവനാണ് ദൈവം. മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും സയൻസിനും ഒക്കെ ബിയോണ്ട് ഹ്യൂമൻ ഇന്റലക്ട്, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നീ കണ്ടുമുട്ടണം. ആ ദൈവമാണ്, അതാണ് ദൈവം എന്ന വാക്കിന്റെ അർത്ഥം. ബുദ്ധിക്കകത്ത് പ്രവർത്തിക്കുക, ബുദ്ധിക്ക് മുകളിൽ, ബിയോണ്ട് ഹ്യൂമൻ ഇന്റലക്ട്, അതിന് മുകളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി. അതാണ് അബ്രാഹാം വിശ്വസിക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ഒരു ദിവസം അബ്രാഹത്തിന്റെ വീട്ടില് 2 ദൈവദൂതന്മാരെത്തി. അപ്പോൾ സാറ വീടിനകത്തിരുന്ന് ഭക്ഷണം ഉണ്ടാക്കും. അന്നത്തെ വീട് വെച്ചാൽ ഒരു മുറിയേ ഉള്ളൂ, അതിനെ കൂടുതലൊന്നുമില്ല. അപ്പോൾ ഈ സാറ അകത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു. അതുപോലെ ഈ 2 ദൂതന്മാർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അബ്രാഹാം ഇത് വിളമ്പി ഇവർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ശരിക്കും സാറായിക്ക് തീർത്തും വയ്യ. 80 വയസ്സ് കഴിഞ്ഞു, വയസ്സായ പ്രായം ചേർന്ന അമ്മൂമ്മയാണ്. പ്രിയസലോഷ് ശരിക്കും വയ്യാത്തൊരാൾ. അപ്പോൾ അപ്പൂപ്പനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ അബ്രാഹാം നടക്കും. തീർത്തും വയ്യ, പ്രിയസലോഷ് തീർത്തും വയ്യ, മരിക്കാറായിട്ടിരിക്കുക. അപ്പോൾ ഇവർക്കുള്ള ഭക്ഷണം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ദൈവദൂതന്മാരാ. ഉവ്വ, എന്താണോ വന്നത്? അതെ. നിനക്ക് മക്കളുണ്ടോ? ഇല്ല. അപ്പോൾ അടുത്ത വർഷം ഞങ്ങളിതിൽ വരുമ്പോഴേക്കും നിനക്ക് നിൻ്റെ ഭാര്യയിൽ, ഈ ഭാര്യയിൽ നിനക്ക് ഒരു കുഞ്ഞു ജനിക്കും.
ഇത് പറയുമ്പോൾ സാറ അകത്ത് നിന്ന് എന്ത് ചെയ്യുന്ന പറഞ്ഞേ നന്നായിട്ടൊന്ന് ചിരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താ ചിരിക്കാൻ കാര്യം? ദൈവമാണെന്ന് പറയുമ്പോഴും ഇച്ചിരി ബുദ്ധി വേണം. പ്രൈസ് ദി ലോർഡ്. ദൈവമാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ബുദ്ധിയില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഞാൻ 80 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണെന്ന് ദൈവത്തിന് അറിയത്തില്ല. എവിടെ കൊച്ചുണ്ടാകാൻ, എവിടെ കുട്ടി ഉണ്ടാകാനോ തമ്പുരാൻ എന്താ കുഞ്ഞിന്. എന്നാൽ സാറ ചിന്തിക്കണ്ടേ, ഈ മനുഷ്യൻ, ഞാനിന്ന് ഈ വ്യക്തിയെ സൃഷ്ടിച്ചവനാണ് എന്നോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്കെല്ലാം മുകളിൽ സ്രഷ്ടാവായ ഒരു ദൈവമുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച എല്ലാത്തിനും കാരണക്കാരനായ അസ്തിത്വമുള്ള ജീവിക്കുന്ന ദൈവം എന്നൊരാളുണ്ട്. ആ നമ്മളൊക്കെ ഒന്നുമല്ല. നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാ. അല്ലാണ്ട് നമ്മൾ സൃഷ്ടാവല്ല. അതുകൊണ്ട് നിന്റെ ബുദ്ധിയിൽ എന്തേലും ചിന്തിക്കുന്നു അതേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല സംഭവിക്കുക എന്ന് കരുതുന്ന മണ്ടത്തര. അതാണ് ബന്ധനം. അതാണ് പൈശാചിക ശക്തി പറയുന്നത്. നീ യുക്തി കൊണ്ട് ചിന്തിക്കുന്നില്ല. 2 2 4 2 + 2 = 4. അതാണ് ലോകത്തിൻ്റെ ബുദ്ധി. തമ്പുരാന് 2 ഇല്ല, 2 2 4 ഒന്നും വേണ്ട. തമ്പുരാൻ എന്ത് ആഗ്രഹിക്കുന്നു അത് ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ലൂക്കാ സുവിശേഷം 1:37. ദൈവത്തിന് അസാധ്യമായി, എല്ലാവരും പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിന് പ്രവർത്തിക്കും, ആ ദൈവത്തിൽ വിശ്വസിക്കും. ഈ വചനം കേട്ട് യേശുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷപ്പെടാൻ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് അപ്പോസ്തല പ്രവർത്തനം 17:31. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാൻ. അപ്പോൾ സാറ വീടിനകത്തുനിന്ന് പരിഹസിക്കുക, ദൈവദൂതന്മാരെ പരിഹസിക്കുക. ഇപ്പോഴും നമ്മുടെയൊക്കെ ദൈവവചനങ്ങളെ പരിഹസിക്കുന്ന ഒത്തിരി പേരില്ലേ? സുവിശേഷ വചനം കേട്ടിട്ട് ഇതിങ്ങനെ സംഭവിക്കുമോ? സ്വർഗോ വെറുതെയാണത്, നരകോ വെറുതെയാണത്, ശുദ്ധീകരണസ്ഥലോ വെറുതെയാണത്, പരിശുദ്ധമായ ഈശോണ്ടോ വെറുതെയാണ്, പരിഹസിക്കുന്നത്. ഇത് തന്നെയാണ് ആര് ചെയ്തത്? സാറ ചെയ്തത്. ദൈവവചനത്തെ പരിഹസിക്കുന്ന തള്ളിപ്പറയുന്ന സാറ. എന്നാൽ അബ്രാഹമാകട്ടെ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഭക്തിപൂർവ്വം പറയുന്നുണ്ട്, യെസ്, അടുത്ത വർഷം വരുമ്പോൾ, ഞങ്ങളിതിലേ വരുമ്പോൾ നിനക്ക് നിൻ്റെ ഭാര്യയുടെ കുഞ്ഞു ജനിക്കുമെന്ന് ദൈവവചനം കേൾക്കുമ്പോൾ അബ്രാഹാം അത് സന്തോഷത്തോടെ സ്വീകരിക്കുക, വിശ്വസിക്കുക. അത് വിശ്വസിക്കുക എന്താ? എൻ്റെ ചിന്തയല്ല ശരി. അതായത് വചനം പറയുന്നൊരു വലിയൊരു വചനമുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 55-ാം അധ്യായം. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. 55-ാമത്തെ അധ്യായത്തിൻ്റെ 6, 8, 9 വചനം. യെശയ്യാ 55, 8, 9. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേത് പോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. എല്ലാവരും ഏറ്റു പറഞ്ഞേ, കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമെന്നൊരാളുണ്ട്. ആ തമ്പുരാന് ചെയ്യാൻ പറ്റിയാത്ത ഒരു കാര്യങ്ങളുമില്ല. അത് പ്രകൃതിയുടെ ബുദ്ധി, മാനുഷിക ബുദ്ധി, അതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. വട്ടപ്പൂച്ചയോ അവൻ്റെ ബുദ്ധി കൊണ്ട്. അപ്പോൾ ഇവിടെ സാറ പറയുക, ദൈവത്തിന് എന്ത് ദൈവം മനസ്സിലാക്കണ്ടേ? എനിക്ക് 80. അവൾ മനസ്സിലാക്കണ്ടേ, ഇവളെ 80 വയസ്സ് വരെ കൊണ്ടുവന്നത് ദൈവമല്ലേ? ഈ ഒരു സംഭവം മനുഷ്യനെന്നത് വെറും മണ്ണുകൊണ്ടല്ല ദൈവം സൃഷ്ടിച്ചതല്ലേ? ദൈവമല്ലേ ഇതിൻ്റെ പിന്നെ മുഴുവൻ പ്രവർത്തിച്ചത്? ആ തമ്പുരാൻ എന്ത് വേണം ചെയ്തുകൂടെ? ആ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന കാര്യം എന്താ ഉള്ളത്? അങ്ങനെ ദൈവമില്ലേ? അല്ലാതെ എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ ഈ ഇടുങ്ങിയ ബുദ്ധി, വളരെ ചുരുങ്ങിയ ബുദ്ധി ഈ ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിക്കുന്ന യുക്തികളുണ്ടല്ലോ, അത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ എന്നുള്ള ചിന്തകളില്ലേ, ഇത്ര ദൈവത്തിന് ചെയ്യാൻ പറ്റൂ, അതിനപ്പുറത്തേക്ക് ദൈവത്തിന് ചെയ്യാനാവില്ല എന്നുള്ള എൻ്റെ ചിന്ത. ശരിക്കും അതാണ് ബന്ധനം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ.
അതാണ് ബുദ്ധിയിലാണ്. അതുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ട മക്കള്, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് ഒരൊറ്റ മരുന്നേ ഉള്ളൂ. ആര് മാത്രം? യേശു ക്രിസ്തു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ആ യേശുവിൽ നീ അറിഞ്ഞാൽ, ആ യേശുവിൽ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. നിന്റെ എത്ര വലിയ തടസ്സങ്ങൾ മാറ്റാൻ പറ്റും. നിന്റെ കുടുംബത്തെ എത്ര വലിയ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും. നീ ചിന്തിച്ചാൽ നടക്കില്ല, നിന്റെ ചിന്തയിൽ നടക്കില്ല, നിനക്കാവില്ല, നിനക്കൊരിക്കലും നടക്കില്ല, നിനക്കതിന് കഴിവുമില്ല, നിനക്കത് ശേഷിയുമില്ല. നീ ആരെ കൂട്ടുപിടിച്ചതും കാര്യമില്ല. അവിടെ നിന്റെ കർത്താവായ ദൈവം, നിന്നെ സൃഷ്ടിച്ച ദൈവം, ഏകരക്ഷകനായ ദൈവം, നമുക്ക് വേണ്ടി കുരിശിൽ ബലിയർപ്പിച്ച നമ്മുടെ കർത്താവായ ഈശോ, ആ ഈശോ ഇടപെട്ട് കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തിനും ഉത്തരമുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഏത് പ്രതിസന്ധിക്കും ഉത്തരമുണ്ട്, ഏത് തകർച്ചകൾക്ക് ഉത്തരവുണ്ട്, ഏത് വേദനയ്ക്കും ഒരു പരിഹാരം ഈശോ മാത്രമാണ്. ഈശോ മാത്രമാണ് പറയുക. അതുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് അവൻ്റെ പരിമിതി, ബുദ്ധിയുടെ പരിമിതിയെക്കുറിച്ച് ആദ്യം ഞാൻ അറിഞ്ഞിരിക്കണം. എൻ്റെ ബുദ്ധി എന്തേരെ പഠിച്ചോ, ലോകത്തിലെ മുഴുവൻ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഞാൻ പഠിച്ചോ, എല്ലാത്തിനും എക്സ്പേർട്ട് ആയിക്കൊള്ളട്ടെ, എല്ലാം പഠിച്ച വ്യക്തി ആയിക്കൊള്ളട്ടെ, പക്ഷേ നീ പഠിക്കുന്നത് എന്തേരെ പഠിക്കും? സാറാ പഠിച്ചത്രേ നീ പഠിക്കുകയുള്ളൂ. പക്ഷെ അല്ലാണ്ട് നീ ഒരിക്കലും അബ്രാഹം പഠിച്ചത് പഠിക്കില്ല. സാറാ എത്തിയ ഒരു കൺക്ലൂഷൻ ഉണ്ടല്ലോ, അതായത് 80 വയസ്സായ എന്റെ ശരീരത്തിന് ഇനി എവിടെയാ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നത്? അവിടം വരെ ഈ ലോകത്തിന്റെ ശാസ്ത്രത്തുള്ളൂ. അതിന് മുകളിൽ ഒരു സംഭവം ഉണ്ട്, അതാണ് അബ്രഹാം. അതിന് മുകളിൽ ഒരാളുണ്ട്, എബ്രഹാം. മനുഷ്യൻ്റെ കഴിവിനും മനുഷ്യൻ്റെ ബുദ്ധികൾക്കും മനുഷ്യൻ്റെ യുക്തികൾക്കും മനുഷ്യൻ്റെ ഫിലോസഫികൾക്കും ഒക്കെ എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ വിളിക്കുന്ന അബ്രഹാം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതിൻ്റെ ഫലമാണ് ഇസഹാക്ക്. അതിൻ്റെ ഫലമാണ് ഇസഹാക്ക് എന്ന കുഞ്ഞു ജനിക്കുക. അതാണ് വചനം പറയുന്നത്. ഈ വചനം നിങ്ങൾ കാണാപ്പാടം പഠിച്ചേ പറ്റൂ. നിങ്ങൾ ഇന്ന് വീട്ടിൽ വേറൊന്നും വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, അച്ഛൻ തരുന്ന വചനം ഏറ്റവും മർമ്മപ്രധാനം. ഈ ദിവസങ്ങളിൽ അച്ഛൻ തരാൻ പോകുന്നത് വളരെ മർമ്മപ്രധാനമായ വചനം തരും. അത് നിങ്ങൾ അതേപടി സ്വീകരിക്കണം. സ്വീകരിച്ച് നിങ്ങൾ വിശ്വസിക്കണം, ഏറ്റുപറയണം. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഒഴുകും. ദൈവത്തിന് അസാധ്യമായിട്ട് നമ്മൾ വിളിക്കുന്ന ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ വിളിക്കുന്ന ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ വിളിക്കുന്ന ഒരു നാമം യേശുനാമം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 11-12 വചനം, വീട്ടുപണിക്കാരായ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ, തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്ന ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിശ്വസിച്ച് അപ്പോൾ നമ്മൾ വിളിക്കുന്ന ദൈവം, ആ ദൈവത്തെ നിങ്ങൾ ആശ്രയിക്കണം. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ എത്ര വലിയ പ്രശ്നങ്ങളാകട്ടെ, എത്ര വലിയ ദുഃഖങ്ങളാകട്ടെ, എത്ര വലിയ രോഗങ്ങളാകട്ടെ, എത്ര വലിയ പാപബന്ധനമാകട്ടെ, ഭയങ്കര തിന്മയുടെ ബന്ധനത്തിൽ കേട്ടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ചില പൈശാചിക ബന്ധനമുള്ള ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. അതെല്ലാം മോചിപ്പിക്കാൻ നമുക്കിനി പറ്റില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട്. അതാണ് സാറായിയുടെ കൺക്ലൂഷൻ, ഇനി ഇത് നടക്കില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ദാറ്റ്സ് സംതിങ് ഇംപോസിബിൾ. That's something impossible, but there is hope. ആർക്ക്? അബ്രഹാത്തിന്. അതിനു മുകളിൽ മനുഷ്യൻ ചിന്തിക്കുന്ന ചിന്തകൾക്ക്, അവൻ്റെ തീരുമാനങ്ങൾക്കും അവൻ്റെ ബുദ്ധികളൊന്നും ഒന്നുമല്ല. അതൊരു അത്ഭുതം, അവിടെ ഒന്നുമില്ല. അതിന് മുകളിലൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ കണ്ടുമുട്ടിയ വ്യക്തിയാണ് അബ്രഹാം. അവൻ്റെ വാക്കിനെ വിശ്വസിക്കുക, അത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചു. അതുപോലെ സംഭവിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 38 വരെയുള്ള വചനം വായിക്കുവാൻ കാണാൻ പറ്റും. പരിശുദ്ധ അമ്മയുടെ അടുക്കലും ഇതുപോലെ ദൈവദൂതൻ വന്നിട്ട് പറയുക, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്തുതി, കർത്താവ് നിൻ്റെ കൂടെ എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം പറയുക, ദൈവം നിന്നോട് കൂടെ, നിന്നിലൊരു പുത്രൻ ജനിക്കാൻ പോവുക, ഒരാൾ ജനിക്കാൻ പോവുക, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, അവനാണ് എല്ലാം ഭരിക്കാൻ പോകുന്നത്, രക്ഷകനെല്ലാം പറയുക. അപ്പം പരിശുദ്ധ ഇതെങ്ങനെ സംഭവിക്കും? How is going to happen? ഇതെങ്ങനെ സംഭവിക്കാൻ പോകുന്നു? പറഞ്ഞു, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടില്ല. എന്ത് ശക്തി? ഒരിക്കൽ എൻ്റെ ബുദ്ധിക്കകത്തത് പെടുന്ന സാധനമല്ല അത്യുന്നത ശക്തി. എന്ത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ മാതാവ് പറയുന്നില്ല. അവൾ കേട്ട് കേട്ടിരിക്കുക. അത്യുന്നതൻ്റെ ശക്തി, ഇതുവരെ ഞാൻ കാണാത്തൊന്ന്, ഇതുവരെ ഞാൻ കേൾക്കാത്ത ഒന്ന്. ഇതേ മാലാഹ പറയുക, എനിക്കറിയില്ല, ബട്ട് ഐ നോ. എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നിൻ്റെ
ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം, നിൻ്റെ വാക്കിൻ്റെ നിറവേറട്ടെ. കാരണം അങ്ങനെ ദൈവമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞുകൊണ്ട് ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ, വേണ്ട, പുരുഷന്റെ വഴി മാത്രമല്ല കുഞ്ഞു ജനിക്കുന്നത്. പുരുഷൻ വഴി തന്നെയല്ല, ദൈവത്തിന്റെ ആത്മാവിനെ ജനിപ്പിക്കാൻ പറ്റും. ആ തലമുണ്ട്, ആ ദൈവത്തെ വിശ്വസിക്കുന്നു. Because she is holy. എന്തുകൊണ്ട് വിശ്വാസമുള്ള അമ്മയ്ക്ക് വിശ്വാസം? ബിക്കോസ് ഷീ ഈസ് ഹോളി. ഹോളിന് വിശുദ്ധിയുണ്ട്. മനസ്സിൽ അശുദ്ധിയില്ലാത്തവർക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. മനസ്സിൽ അശുദ്ധിയുള്ളവന് വിശ്വാസം കുറവായിരിക്കും. മനസ്സിൽ അശുദ്ധി, ചില പാപത്തിൻ്റെ ബന്ധങ്ങൾ, സുഖങ്ങൾ ഉള്ളവർക്ക് ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ബിലീവ്. അവർക്ക് സ്ട്രോങ് ഫെയ്ത്ത്, they may be only filled with doubtful nature. എപ്പോഴും സംശയങ്ങൾ, സ്ക്രൂപ്ലസ് മൈൻഡാണ്, ഡൗട്ട്ഫുൾ നേച്ചർ, എല്ലാത്തിനും സംശയിക്കുന്ന മൈൻഡാണ്. അതാണ്. പക്ഷെ ഇവിടെ അമ്മ, ഷീ ഈസ് ഹോളി, ഷീ ഈസ് ലിവിങ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. വചനമനുസരിച്ചാണ് അവൾ ജീവിക്കുന്നത്. ഷീ ഈസ് ലിവിങ് ആൻഡ് ഷീ ഈസ് ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, ബിലീവിങ് ആൻഡ് ഒബേയിങ് ദ വേർഡ് ഓഫ് ഗോഡ്. വചനത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവളാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുക. അപ്പോൾ അമ്മയ്ക്ക് ഫെയ്ത്ത് ഉള്ളതുകൊണ്ട് ഈ മൈറ്റി പവർ, ഈ അത്യുന്നതൻ്റെ ശക്തിക്ക് പ്രവർത്തിക്കാൻ പറ്റുക, പരിശുദ്ധ അമ്മാവിന് പ്രവർത്തിക്കാൻ പറ്റുക. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. കഴിഞ്ഞ ധ്യാനത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് എന്നോട് വെളിപ്പെടുത്തുന്നൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ജനത്തോട് പറയുക, ആത്മാവിൻ്റെ ശക്തമായ പ്രേരണയെ ഞാൻ പറഞ്ഞു. അതായത് ഞങ്ങളൊക്കെ സുവിശേഷം പ്രഘോഷിക്കുന്ന ഞങ്ങളൊക്കെ കർത്താവിൻ്റെ ദൂതന്മാർ, ഗബ്രിയേൽ ദൂതനും റഫയേൽ ദൂതനും മിഖായേൽ മാലാഖമാരുമാണ് ഞങ്ങളൊക്കെ. പക്ഷേ ഞങ്ങൾ വചനം പറയുന്നുണ്ട്. ഞങ്ങൾ വചനം പറയുമ്പോൾ അവിടെ അത്ഭുതമുണ്ടാകണമെങ്കിൽ അവിടെ മറിയത്തെ, ഒരു മറിയം വേണം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ഒരു മറിയം അവിടെ വേണം. വിശ്വസിക്കുന്ന ഒരു മറിയം വേണം. ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ വചനം വിശ്വസിക്കുന്ന, അതേപോലെ സ്വീകരിക്കുന്ന ഒരു മറിയം അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഈ വചനം മാംസം ധരിക്കും. അവിടെ വചനം മാംസം ധരിക്കും. മിറക്കിളുണ്ടാവും. മിറക്കിളുണ്ടാവും. ഇന്ന് സംഭവിക്കുന്നത് വചനം സ്വീകരിക്കുമ്പോൾ ഫെയ്ത്തില്ല, സംശയം. സാറായിയുടെ കൺക്ലൂഷനാണ്, എൻ്റെ ബുദ്ധി, ഞാൻ പഠിച്ചു, ഞാൻ അറിവ് നേടി, ഞാൻ ഇച്ചിരി വിദ്യാഭ്യാസം കഴിഞ്ഞു, then I became to, അല്ലെങ്കിൽ ഞാനൊരു കൺക്ലൂഷനോടെത്തി. കൺക്ലൂഷൻ എന്താണ്? ഇതൊക്കെ ഇവിടെ സംഭവിക്കുള്ളൂ. ഞാൻ അപ്പുറത്തേക്ക് ഞാൻ കാണുന്നൊക്കെയുള്ളൂ. ഈ കാണുന്നില്ല. ഇവിടെ അന്തരീക്ഷം നോക്കി, ഞാൻ ഇടം വലം നോക്കി, I didn't see Jesus Christ, I didn't see. അപ്പോൾ അതൊരു കൺക്ലൂഷനിലെത്തി. എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ എല്ലാ തീരുമാനമെത്തി. എല്ലാവരും കണ്ടു, മനുഷ്യൻ, no, I didn't see God there, so I proclaimed. ഏറ്റു പറഞ്ഞു, there is no God. No, അബ്സല്യൂട്ട്ലി റോങ്, തെറ്റാണ്, കംപ്ലീറ്റ്. പക്ഷെ ആ ദൈവമുണ്ട്, അതിന് മൂക്കുക. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ വറുതിക്ക് അപ്പുറത്ത് നിൽക്കുന്ന, എൻ്റെ കണ്ണിന് എത്താൻ പറ്റാത്ത സ്ഥലത്ത് നിൽക്കുന്നൊരു ദൈവമുണ്ട്. അതാണ് അബ്രാഹത്തിൻ്റെ കൺക്ലൂഷൻ. അബ്രാഹം അങ്ങോട്ട് ഉയർ, അതാണ് വിശ്വാസം. അതുകൊണ്ട് മിറക്കിൾ കാണുന്നത് അബ്രാഹമാണ്. പ്രിസലോഷ് സാറയ്ക്ക് അത് കാണാൻ പറ്റില്ല. മിറക്കിൾ അനുഭവിക്കുന്നതും അബ്രാഹമാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കുന്നത് മറിയമാണ് അനുഭവിക്കുന്നത്. പ്രിസലോഷ് മറിയത്തിന് അനുഭവിക്കാൻ പറ്റുള്ളൂ, എബ്രാഹത്തിന് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ ആരാണ്? സാറയാണോ എന്ന് ചിന്തിച്ച് നോക്കുക. അത് അബ്രാഹമാണോ? ഈ ദിവസങ്ങളിൽ അബ്രാഹം ആകുന്ന മക്കൾക്കെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അവരിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വം. അവരുടെ മുമ്പിൽ ഒന്നും തടസ്സമില്ല. അവരുടെ മുമ്പിൽ ഒന്നിനും തടസ്സമില്ല. 15, 20, 28 വർഷം കഴിഞ്ഞിട്ടും മക്കളില്ലാത്ത കുടുംബങ്ങൾക്ക് മക്കളെ ദൈവം കൊടുത്ത ചരിത്രങ്ങൾ സഭയിലുണ്ട്. പ്രാർത്ഥന അനുഭവമുണ്ട്. മിറക്കിൾ ഉണ്ടായിട്ടുണ്ട്, അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. അണക്കര ഉണ്ടായൊരു സംഭവം ഒരിക്കലും ഉണക്കിയ ഒരുവൻ്റെ കാല് ഒരു ആക്സിഡൻറ്റിൽ ഒടിഞ്ഞിട്ട് 2 ഇഞ്ചോളം കംപ്ലീറ്റ് പോയി. അതുകൊണ്ട് അത് ശരിക്കും 2 ഇഞ്ച് നീളം കുറവാണ് അസ്ഥികൾക്ക്. അപ്പോൾ ഇങ്ങനെ കമ്പി ഇട്ടിരിക്കുകയായിരുന്നു. 6 മാസത്തോളം അവനെ കിടത്തിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് തന്നെ ഇത് വളർന്ന് കൂടിക്കോളൂ എന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ട് ഇത് കൂടിയിട്ടൊന്നുമില്ല. ചെക്കപ്പ് ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ നിൽക്കുക, 2 ഇഞ്ചിൻ്റെ അകന്ന് നിൽക്കുക. 2 ഇഞ്ച് അത്രയും വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മറ്റേ കാലം ഓപ്പറേറ്റ് ചെയ്തിട്ട് ഒരു അസ്ഥി എടുത്തിട്ട് ഇവിടെ വെച്ച് ഫിറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ തീരുമാനിച്ചപ്പോഴത്തേക്കും വിഷമത്തിൽ. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മ, ഇവൻ്റെ അമ്മ നല്ല വിശ്വാസിയാണ്. അമ്മ ഈ ഇവനെ എടുത്തുകൊണ്ട് അണക്കരുത് എടുത്തുകൊണ്ട് തന്നെ എടുത്തുകൊണ്ടുവന്നിട്ട് പുറകെ 2-3 കസേര ഇട്ടിട്ട് ഇവനെ കയറ്റിക്കിടത്തി അവിടെ എടുത്ത് അവൻ കിടന്ന് ധ്യാനം 5 ദിവസം ധ്യാനം കൂടിയിട്ട് അമ്മ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്യിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ചെന്നിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ 5 ദിവസം ധ്യാനത്തിൻ്റെ 5 ദിവസം കൊണ്ട് ഈ 2 ഇഞ്ച് അസ്ഥി വളർന്ന് കൂടിക്കഴിഞ്ഞിരുന്നു. പ്രിസലോൺ 2 ഇഞ്ച് അസ്ഥി 4 ദിവസം ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അങ്ങനെ പ്രവർത്തിക്കാം. ദൈവത്തിന് പറ്റും. അവിടെ മറിയമുണ്ടായിരുന്നു. ആ യുവാവിൻ്റെ അമ്മ ഒരു മറിയമായിരുന്നു. ആ യുവാവിൻ്റെ അമ്മ ഒരു മറിയമായിരുന്നു. സോ ദാറ്റ് ഇറ്റ് ഹാപ്പൻ. വഴിയും കെട്ടുകളഴിയും
പാടുകളൊഴിയും ആരാധനയെങ്കിൽ അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സത്താൻ സത്താൻ നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സത്താൻ സത്താൻ നീങ്ങിപ്പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ. അഭിഷേകത്തോടെ വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച് വിളിക്കട്ടെ. അഭിഷേകം ജീസസ്. ഹൃദയത്തോട് ചേർത്ത് പിടിക്കട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കൊടുത്തു, എല്ലാ വിഷമങ്ങളും എല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് എല്ലാവരും പ്രാർത്ഥനയും കർത്താവിന്റെ കരം പ്രകടമാകട്ടെ. എല്ലാ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത്, മൊത്തം കൊടുത്ത്, ഈശോയ്ക്ക് മുഴുവൻ വിട്ടുകൊടുത്ത്, മുഴുവൻ വിട്ടുകൊടുത്ത്. യേശുവേ, ഇത്രയേറെ വേദനയോടെ മക്കളുണ്ട്. രണ്ട് കരം ഉയർത്തി വിരിച്ചങ്ങ് പിടിച്ചു, എല്ലാം കൊടുത്തേരെ. രണ്ട് കരം ഉയർത്തി വിരിച്ചു പിടിച്ച് എല്ലാ വിഷമം കൊടുത്തേരെ. എന്താണ് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഈശോ പ്രാർത്ഥിക്കട്ടെ, ഈശോ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥന കൊടുക്കട്ടെ. കർത്താവിന്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വലിയ കരുണ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരങ്ങളുയർത്തി വിരിച്ചു പിടിച്ച് കുടുംബത്തിലേക്ക് കർത്താവിന്റെ കരുണ ഉണ്ടാകണം. ജീവിത പങ്കാളി മക്കളെല്ലാം ദൈവത്തിന്റെ കരുണ ഉണ്ടാകണം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. രോഗാവസ്ഥയിൽ ദൈവത്തിന്റെ കരുണ ഉണ്ടാകണം. രോഗികളായ കുഞ്ഞുങ്ങളുടെ ദൈവത്തിന്റെ കരുണ ഉണ്ടാകണം. രണ്ട് കരം ഉയർത്തി ഈശോയെന്ന് വിളിച്ചോണം. ഈ സമയത്ത് കർത്താവ് നമ്മെ ആശീർവദിക്കുന്ന സമയമാണ്. രണ്ട് കരം ഉയർത്തി ഈശോയെന്ന് വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ.